സാർ നമസ്കാരം. നമസ്കാരം. സാർ, ട്രംപിന്റെ മോനോ അനിയനോ ഒക്കെ ആകാൻ പഠിക്കുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് കാർഷിക നിയമത്തിനെതിരെ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ സമരം നടത്തുന്ന കാലഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയെ വിളിച്ച് ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് പുതിയ വാദം. ഇനി നാളെ എന്ത് പറയുന്ന അറിയില്ല. എന്തായാലും ഇന്ന് ഇതിൻ്റെ പുറകെയാണ് അദ്ദേഹം നടക്കുന്നത്. ഇത് സത്യത്തിൽ ഉള്ള കാര്യമാണോ, സംഭവിച്ചിട്ടുണ്ടോ, അതോ അദ്ദേഹത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞതാണോ? ഇതിപ്പോ വലിയ വിവാദമായിട്ടുണ്ട് ഈ പ്രസ്താവന. കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തന്നെ ACC നിയമ വിഭാഗം സംഘടിപ്പിച്ച, അതായത് നിയമവിഭാഗം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വക്കീലന്മാരുടെ വല്ലതും ആണോ, മറ്റേതെങ്കിലും ആണോ, വക്കീലന്മാരുടെ സംഘടനയോ വല്ലതും ആണോ, മറ്റേതെങ്കിലും ആണോ സംഘടനയെന്നോ അറിയത്തില്ല. അപ്പൊ അവര് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിനകത്ത് ഉദ്ഘാടന പ്രാസംഗികൻ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വിവാദം. അതായത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഇതൊക്കെ ആയിരിക്കുമല്ലോ. ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പോരായ്മകൾ. അതിനകത്ത് പ്രധാനപ്പെട്ട സമരമായിട്ടുള്ള കാർഷിക സമരം. ആ സമരത്തിനകത്ത് ഇദ്ദേഹം കോൺഗ്രസും പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമരത്തെ നയിക്കുന്ന ആളെന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് അന്നായിരുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ എല്ലാം നേതാവ്, കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണല്ലോ. അദ്ദേഹമാണല്ലോ ഭാവി പ്രധാനമന്ത്രി. കുറെ കാലവുമായിട്ടും ഇനി നാളെ എന്നും ഒരു ഭാവിയുടെ പ്രധാനമന്ത്രിയായിട്ട് പ്രതിപക്ഷം കൊണ്ടു നടക്കുന്ന ആൾ, അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ഭാവി പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു കാർഷിക നിയമത്തിനകത്ത് ഭേദഗതിയല്ല, അതിനകത്ത് പോരായ്മ, ഭേദഗതിക്കകത്ത പോരായ്മ ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്തപ്പോൾ ആ സമരം വലിയ കുഴപ്പത്തിലേക്ക് എത്തിച്ചപ്പോൾ ആ സമരം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടുള്ള പോക്കിനെ കുഴപ്പമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ അരുൺ ജെയ്റ്റ്ലി ധനകാര്യമന്ത്രിയായിട്ടും പ്രതിരോധ മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നറിയാം, വളരെ മാന്യനായിട്ടുള്ള എല്ലാവരും അംഗീകരിക്കുന്ന നല്ല ഒരു പൊതുപ്രവർത്തകൻ, BJPയുടെ ഭാഗമെന്നുള്ള അല്ലെങ്കിൽ BJPക്കാരനായതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ BJPയുടെ ഭാഗമായിട്ട് നിന്ന് MP ആകുന്നു അല്ലെങ്കിൽ മന്ത്രിയാകുന്നു. പക്ഷെ എല്ലാവർക്കും തൃപ്തനായിട്ടുള്ള ആള് അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി, ക്യാൻസർ രോഗം. അപ്പൊ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഈ സമരത്തിനകത്ത് നിന്ന് പുറകോട്ട് പോയില്ലെങ്കിൽ, ഈ സമരം പിൻവലിച്ചില്ലെങ്കിൽ, ഈ സമരത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ, അതിനകത്ത് കോൺഗ്രസ് അത്തരത്തിൽ ആ വിഷയങ്ങൾ അല്ലെങ്കിൽ പിന്മാറിയില്ലെങ്കിൽ കേസുകളിൽ പെടുത്തി അല്ലെങ്കിൽ കുഴപ്പങ്ങളിലാക്കി രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചത്. അപ്പം ഇന്നലെ ഈ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ വന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ ആത്മാവിന് നിത്യശാന്തി കിട്ടണം, കാരണം അദ്ദേഹം 2019 മരിച്ചുപോയതാണ്. ആരോടും അറിഞ്ഞോ അറിയാതെ ഒരു ദ്രോഹം ചെയ്തിട്ടുള്ളതല്ല. രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ, പ്രസ്താവനകളൊക്കെ ഇറക്കാറുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ആ കാര്യത്തിൽ. എനിക്ക് അഭിമാനമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം ഇത് വലിയ വിവാദമായി. കാരണം പലവട്ടം പറയുന്ന പൊട്ടത്തരങ്ങളുടെ കൂടെ ഒരു പൊട്ടത്തരം കൂടി ഇന്നലെ പറഞ്ഞു. മെനഞ്ഞാന്ന് പറഞ്ഞ പൊട്ടത്തരം എന്താണെന്ന് അറിയില്ല. ഇന്നലെ ഇദ്ദേഹം ഈ പറഞ്ഞ അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന നമ്മൾക്കെല്ലാം അറിയാവുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, പാർട്ടി നോക്കാതെ എല്ലാവരുടെയും അംഗീകാരമുള്ള അദ്ദേഹം മരിച്ചുപോയത് 2019 ഈ കാർഷിക നിയമത്തിന്റെ കരട് പോലും, അതായത് ആ നിയമം ഒരു നിയമം അംഗീകരിക്കുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ വെക്കണം, എന്നിട്ട് അതിന്റെ കരട് വെച്ചിട്ടാണ് അംഗീകരിക്കുക. ആ നിയമം കേന്ദ്രമന്ത്രിസഭയിൽ അതിന്റെ കരട് പോലും വെച്ചത് 2020 ജൂണിലാണ്. 2020 ജൂണില് കാർഷിക നിയമത്തിന്റെ കരട് രൂപരേഖ ഈ പറയുന്നത് പോലെ കൊണ്ടുവച്ചിടത്താണ് 2019 മരിച്ചുപോയ ആൾ ഈ പറയുന്ന കാർഷിക നിയമത്തിന്റെ പേരിൽ ഉണ്ടായ സമരം, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. അതായത് ഇദ്ദേഹത്തിന്റെ വിഷയം ഇതാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചർച്ച ചെയ്തത്, നമ്മൾ ഈ ചാനലിൽ തന്നെ ചർച്ച ചെയ്തത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രംപ് ഡെഡ് എക്കണോമിയാണ് ഇന്ത്യയുടേത്, ട്രംപ് ഡെഡ് എക്കണോമിയാണ് റഷ്യയുടേത് എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്. ഈ ട്രംപ് എന്ന് പറയുന്ന ആള് കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് കാര്യം പറയുന്ന ഒരാളാണ്. ശരിയാണ്, ഇന്ത്യയുടെ എക്കണോമി ഡെഡ് ആണെന്ന് പറയുന്ന ഒരവസ്ഥ. ഇന്ത്യയുടെ എക്കണോമി ഡെഡ് ആണെന്ന് പറയുന്നത് കൊണ്ട് ട്രംപിന് ചിലപ്പോൾ പ്രയോജനം കാണുമായിരിക്കും. നമ്മളുമായിട്ട്
പല രീതിയിൽ പല സമ്മർദ്ദങ്ങളും ചെലുത്തി അയാളുടെ താല്പര്യങ്ങളും അയാളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളും ഒക്കെ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെല്ലാം വെല്ലുവിളിച്ചു നിന്നപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് കണ്ട് നമ്മുടെ എക്കണോമിക്കകത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡെഡ് എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയറുകളിലും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനും എന്തെങ്കിലും ഒക്കെ രീതിയിലേക്ക് കുഴപ്പം വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ദേഷ്യത്തിൽ പറഞ്ഞു, ഇതുപോലെ തലയ്ക്ക് സുഖമില്ലാത്ത പറയുന്ന പോലെ പല കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതുമാകും. അതിന്റെ കൂടെ ഏറ്റുപിടിച്ചവനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അവസാനം കോൺഗ്രസ്സുകാർ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറയുന്ന ശശി തരൂർ പറഞ്ഞു, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞു, ആ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ല. ട്രംപിനത് പറയാൻ, ട്രംപ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ല, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത് ലോകം മൊത്തം അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ എക്കണോമി ഡെഡ് ആണെന്ന് പറഞ്ഞാൽ ആ രാജ്യം ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ നമ്മളുമായിട്ട് ബിസിനസ്സിനകത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മറ്റ് പല കാര്യത്തിനകത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മാറ്റി നിർത്തി തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇതിനപ്പുറം വല്ലതും വേണം. കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനകത്ത് നിന്ന്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പൾസ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ, അങ്ങനെ അറിയാവുന്ന ഒരാൾ പറയുമ്പോൾ അതിനകത്ത് വ്യക്തത ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ, അല്ലെങ്കിൽ ലോകം അത്തരത്തിൽ വിചാരിച്ചു പോയാൽ, ലോകക്രമത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ എക്കണോമി ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു നോക്കുന്നത്. പക്ഷെ അത് ലോകത്തിനിപ്പം ഈ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും നിരന്തരം വിഡ്ഢിത്തം പറയുന്നതും, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പറയുന്നതും, ഇന്ത്യക്കെതിരെ പറയുന്നതുമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും അതൊന്നും വിലക്കെടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മുഖവിലക്കെടുക്കുന്ന കാര്യമോ ഇല്ല. കാരണം ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്ത്, ഭാരതത്തിന്റെ വളർച്ച, ഭാരതത്തിന്റെ കുടിച്ചുകയറ്റം. അത് എല്ലാ മേഖലയിലും, പ്രതിരോധ മേഖലയിലും, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് മേഖലയിലും, മറ്റെല്ലാ മേഖലയിലും അതിനനുസരിച്ച് അതിന്റെ ഡേറ്റാസ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2027 ആകുമ്പോഴത്തേനും 28 ആകുമ്പോഴത്തേനും IMF പറഞ്ഞ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും. അതിന് മുമ്പുള്ളത് പിന്നെ നമുക്ക് മുമ്പുള്ളത് ഒന്ന് ചൈനയും ഒന്ന് അമേരിക്കയും. അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ റെക്കോർഡല്ല, ലോക റെക്കോർഡാണ്. 6.5%. അല്ലെങ്കിൽ അത് അമേരിക്കയുടെ പോലും 2.5%. ഉള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ ലോകത്തിനകത്ത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, നമ്മുടെ വളർച്ച, നമ്മുടെ പുരോഗതി, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ ഡേറ്റാസ് ഉള്ളത് കൊണ്ടും, അത്തരത്തിൽ ഡേറ്റാസ് വെച്ചിട്ട് ഇന്ത്യയുടെ കൂട്ടുകൂടാൻ ലോക രാജ്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂടെ നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും നമ്മൾ ഈ തകരുന്നൊരവസ്ഥയല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭാഗമല്ലാതെ നിന്ന് പോയാൽ ഇല്ല എന്ന് കണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായിട്ട് പോകുന്നു. അവർക്ക് വളരണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കണം. 140 കോടി ജനമുള്ള, ഏറ്റവും വലിയ വാങ്ങൽ ശേഷിയുള്ള, ഏറ്റവും വലിയ ചന്ത, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു വലിയ സമ്പന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചന്ത, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി നിന്നേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞിട്ടും, ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന വിഡ്ഢിത്തം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ട് ഇദ്ദേഹത്തിന് വൈരാഗ്യ ബുദ്ധി ഉണ്ടാവുന്നു. ആ വൈരാഗ്യ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം നടക്കാത്ത ആളിന്റെ അടുത്ത് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാവുന്നു. അത് മോദിയോടുണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയോടുണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ജനങ്ങളോടുണ്ടാവുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോടുണ്ടാവുന്നു. അതായത് എല്ലാവരോടും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുകയും, ഇഷ്ടത്തിൽ പെരുമാറുകയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം നടക്കാതെ വരുമ്പോൾ ഒരു ചിത്തഭ്രമത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് പഠിച്ച് കാര്യം പറയുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങളെ പറ്റി ധാരണയില്ലാത്തൊരവസ്ഥ, എന്തും പറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതെല്ലാം വിശ്വസിച്ച് ഒരു പഠനവും ഇല്ലാതെ അതെല്ലാം വിളമ്പുന്ന ഒരവസ്ഥ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ പല കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ വളരെ വിഡ്ഢിത്തമായിട്ട് തോന്നില്ലേ? അപ്പം ഇതിനകത്ത് ഇദ്ദേഹം ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട്, ഒന്നെങ്കിൽ ഇദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കുഴപ്പം കണ്ടെത്തി അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റണം. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ്, ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ നാളെ കാലത്ത് നമ്മൾ ഈ എപ്പോഴും പറയുമ്പോൾ ഭരണപക്ഷം, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, അത് ഏത് പാർട്ടി ആയാലും അത് കൃത്യമായിട്ട് ഭരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഏകപക്ഷീയമായിട്ട് പോകും. അപ്പൊ അതിന് എന്തുവായാലും ഇദ്ദേഹത്തെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പം BJP ആസ്വദിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെക്കുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമില്ല. ഇപ്പൊ വന്ന് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഡേറ്റാസ് എടുത്ത് വെച്ച് ഈ കാര്യം തന്നെ ഇപ്പൊ BJP എടുത്ത് വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുക.
ഡേറ്റാസ് എടുത്ത് നാളെ കാലത്തെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ കാര്യങ്ങൾ പഠിച്ചു വന്ന്, അല്ലെങ്കിൽ നാളെ കാലത്തെ പറയുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ പോലും ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം വിഡ്ഢിത്തമാണെന്നുണ്ട് ഇപ്പൊ പറയുന്നത് വിഡ്ഢിത്തം ആണ് എന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ വിഡ്ഢിത്തം പറയുന്ന ആളാണ്, അതുകൊണ്ട് അതും ശരിയായ കാര്യം പറഞ്ഞാലും അതും വിഡ്ഢിത്തമാണെന്ന് ചൂണ്ടിക്കാണിച്ച് വേണമെങ്കിൽ ഈ ഭരണപക്ഷത്തിന് രക്ഷപ്പെടാം. അപ്പൊ അത്തരത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞു വന്നത്, നിരന്തരമായി വിഡ്ഢിത്തം മാത്രം വിളമ്പുന്ന, അല്ലെങ്കിൽ നിരന്തരമായി ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അത് സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്താലും ശരിയും തെറ്റും തെറ്റാണെന്നും, അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയാണെന്നും, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധതയാണെന്നും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന, ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വൈരാഗ്യ ബുദ്ധി കൊണ്ട് രാജ്യത്തിന്റെ താല്പര്യത്തിനും, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനും, രാജ്യത്തിന്റെ ലോകത്തിന്റെ നെറുകയിലും കൊണ്ടെത്തിക്കേണ്ട വിഷയങ്ങൾ പോലും, സിന്ധു ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലും ഇന്ത്യയെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ മോദിയെ പരിഹസിക്കുന്ന, ഇന്ത്യയെ പരിഹസിക്കുന്ന രീതിയിലേക്കായി പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവാണ് ഇന്നലെ വീണ്ടും വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്നത്. അത് മരിച്ചുപോയവരുടെ പുള്ളി ഇപ്പൊ കാര്യം പറയുന്നത്. കൗൺസിലിംഗ് അത്യാവശ്യമാണ്. കാരണം 2019 മരിച്ചുപോയ മനുഷ്യൻ 2020 ശേഷം വന്ന ഒരു ബില്ലിനകത്ത് പുള്ളിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, മരിച്ചുപോയവരല്ലേ പുള്ളിയെ വന്ന് ഭീഷണിപ്പെടുത്തിയത്. അത് മരിച്ചുപോയവൻ വന്ന് ഭീഷണിപ്പെടുത്തുന്ന, അല്ല മരിച്ചുപോയവരോട് കാര്യം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാറുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ചികിത്സയ്ക്ക് വിധേയമാക്കണം, കൗൺസിലിംഗിന് വിധേയമാക്കണം. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ട് അത് മാറ്റി ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു നിർത്തുന്നതായിരിക്കും കോൺഗ്രസിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ നന്നാവുക. അത് വേണം. അത്തരത്തിൽ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കാരണം നിരന്തരം ഇദ്ദേഹം ഈ കോടതിയെ കുറ്റം പറയുന്നു, സൈന്യത്തെ കുറ്റം പറയുന്നു, ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറ്റം ഉണ്ടെങ്കിൽ പറയണം, ചൂണ്ടിക്കാണിക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഈ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഈ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നു, ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, ഇന്ത്യ വിരുദ്ധ നിരന്തരം പോരായ്മകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്നതെല്ലാം അലങ്കാരമെന്ന് വിചാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുഴപ്പം, ഈ പറഞ്ഞ നമ്മൾ പറയുന്ന കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും അദ്ദേഹത്തിന് കുഴപ്പമുണ്ട്. ആ കുഴപ്പം പരിഹരിക്കണം. അല്ലെങ്കിൽ ഇന്ത്യക്കും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ അതൊരു വലിയ തീരാ നഷ്ടമായിട്ടും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്കും മറ്റു പല കാര്യത്തിനും ഒക്കെ ഒരു തടസ്സമായിട്ടും വരും. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രോഗം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ കൗൺസിലിങ്ങോ അതിനപ്പുറമുള്ള ചികിത്സയൊക്കെ വേണമെങ്കിൽ ചെയ്യട്ടെ. ഏതായാലും മരിച്ചവരോടും മറ്റും സംസാരിക്കുന്ന രീതിയിലേക്ക് പോലും നമ്മളെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്ന് വേണം സങ്കടത്തോടു കൂടി നമുക്ക് പറയാം. സാർ വളരെ സരസമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള നമ്മുടെ ശത്രുക്കളെ കണ്ടെത്തുകയും അവരെ ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമുക്ക് അടുത്തുള്ളവരെയാണല്ലോ ശത്രുക്കളായി കണ്ടെത്തുന്നതിൽ നമ്മളെപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മൾ വൈകുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അപ്പുറത്തുള്ള രാജ്യങ്ങളായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിനപ്പുറത്തുള്ളവരെയൊക്കെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ അവരോട് പോരാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അസുഖം അത്ര നല്ലതല്ല, ശുഭലക്ഷണമല്ല. അതിന് ചികിത്സ തേടേണ്ടതുണ്ട്. സാറ് പറഞ്ഞതുപോലെ ആ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ സോണിയാജിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.